ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചെറിയ കൊഞ്ചാണ് കേട്ടോ. അങ്ങനെ അതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. വൃത്തിയാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ചെടുത്തിട്ട്. അപ്പോൾ എൻ്റെ ഒരു രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി അറിയാമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാണ്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, കുറച്ച് ചെറിയുള്ളി എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ചതച്ചെടുക്കണം. ഒരു മസാല പരുവാകുന്നത് വരെ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണേ. അങ്ങനെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചതച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് കൊഞ്ചിലേക്ക് ചേർത്തൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ദോശക്കല്ലിലാണ് കേട്ടോ. ദോശക്കല്ലിൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്താൽ. അങ്ങനെ ദോശക്കല്ലിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട്, കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മളെ കൊഞ്ചിന് എല്ലാത്തിനെയും കൂടി അതിലേക്ക് പറക്കിയിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ്ട് വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ചെല്ലാം ചെറുതായിപ്പോയി കേട്ടോ. ചെറിയ കൊഞ്ചല്ലായിരുന്നു, അങ്ങനെ നല്ല ചെറുതായിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നേ. അപ്പോൾ ഈ റെസിപ്പി അറിയാവുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.